Dear students, welcome to our 7th video on solids. നമ്മൾ ഇതുവരെ 6 വീഡിയോസ് കണ്ടു. ഒന്നാമത്തെ വീഡിയോയിൽ amorphous and crystalline solids എന്താണെന്ന് കണ്ടു. തുടർന്ന് classification of crystalline solids കണ്ടു. Types of crystal systems കണ്ടു. Crystal systemത്തിന്റെ close packed arrangements കണ്ടു. Packing efficiency കണ്ടു. അവസാനം ഡെൻസിറ്റിയും എഡ്ജ് ലെങ്ത് തമ്മിലുള്ള റിലേഷൻസും അതുപയോഗിച്ചുള്ള പ്രോബ്ലംസും ചെയ്തു. ഈ 7th വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്രിസ്റ്റൽസിൽ കാണുന്ന ഡിഫക്ട്സിനെ പറ്റിയാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ലോങ് റേഞ്ച് ഓർഡർ ഒക്കെ ഉണ്ടെന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് ക്രിസ്റ്റലൈസേഷൻ നടക്കുമ്പോഴേക്കും ഈ ഓർഡേർഡ് അറേഞ്ച്മെന്റിൽ നിന്ന് മാറ്റങ്ങൾ വരാം. ഈ ഓർഡേർഡ് അറേഞ്ച്മെന്റിൽ നിന്നുള്ള ഡീവിയേഷനെയാണ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഡിഫക്ട്സിനെ നമുക്ക് 2 തരത്തിൽ പറയാം. ഒരു റോയിലൂടെയാണ് ഡിഫക്റ്റ് ഉള്ളതെങ്കിൽ ലൈൻ ഡിഫക്റ്റ് എന്നും, ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു പോയിന്റിന് ചുറ്റുമാണ് ഡിഫക്റ്റ് ഉണ്ടാവുന്നതെങ്കിൽ പോയിന്റ് ഡിഫക്റ്റ് എന്നും പറയും. പോയിന്റ് ഡിഫക്റ്റ് ആണ് നമ്മൾ ഇനി തുടർന്ന് പഠിക്കുന്നത്. പോയിന്റ് ഡിഫക്റ്റ് പ്രധാനമായും 3 തരമാണുള്ളത്. ഒന്നാമതായി സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, 2 നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, 3 ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. നമുക്കിനി സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്താണെന്ന് നോക്കാം. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിന് ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്നും തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്നും പറയും. ഒരു അയോണിക് കോമ്പൗണ്ടില് കാറ്റയോണും ആനയോണും തമ്മിലുള്ള റേഷ്യോ, അതിനെയാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ NaCl കാറ്റയോണായ സോഡിയവും ആനയോണായ ക്ലോറൈഡും തമ്മിലുള്ള റേഷ്യോ 1:1 ആണ്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലിന്റെ അകത്ത് ഡിഫക്റ്റ് ഉണ്ടായി, പക്ഷെ ആനയോണിന്റെയും കാറ്റയോണിന്റെയും റേഷ്യോ ചേഞ്ച് വരുന്നില്ല. ഇത്തരത്തിലുള്ള ഡിഫക്ട്സിനെയാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിന് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമതായി ഷോർട്ട് കീ ഡിഫക്ട്, സെക്കൻഡ് വൺ ഫ്രങ്കൽ ഡിഫക്ട്. ഷോർട്ട് കീ ഡിഫക്ട് എന്താണെന്ന് നോക്കാം. ഈ ഡിഫക്റ്റ് ഉള്ള ക്രിസ്റ്റലിൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോണും ആനയോണും ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും മിസ് ചെയ്യാണ്. ഇത്തരം ഡിഫക്ട്സ് കാണിക്കുന്നത് ആനയോണും കാറ്റയോണും സിമിലർ സൈസ് വരുന്ന അയോണിക് കോമ്പൗണ്ടുകളാണ്. ക്രിസ്റ്റലിൽ നിന്നും ആനയോണും കാറ്റയോണും കാണാതാവുന്നത് മൂലം ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഈക്വൽ നമ്പർ ആനയോണും കാറ്റയോണും കാണാതാവുന്നത് കാരണം ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് ആൽക്കലി മെറ്റൽ ഹലൈഡുകളായ NaCl, KCl, CaCl കൂടാതെ AgBr. ഷോർട്ട് കീ ഡിഫക്റ്റ് ഒരു ചിത്രത്തിന്റെ സഹായത്തോടെ നമുക്ക് കാണാം. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ഐഡിയൽ ക്രിസ്റ്റലാണ്. ഒരു പോസിറ്റീവ് അയോണിന് ചുറ്റും നെഗറ്റീവ് അയോണുകളും ഒരു നെഗറ്റീവ് അയോണിന് ചുറ്റും പോസിറ്റീവ് അയോണുകളും ആണ് ഇവിടെ കാണുന്നത്. ഈ ഐഡിയൽ ക്രിസ്റ്റലിൽ നിന്നും ഒരു കാറ്റയോണും ഒരു ആനയോണും നഷ്ടപ്പെടുമ്പോൾ ഇത് ഷോർട്ട് കീ ഡിഫക്റ്റ് ഉള്ള ക്രിസ്റ്റലായി മാറുന്നു. ഈ ചിത്രത്തിൽ നമുക്ക് തുടർന്ന് കാണുന്നത് ഒരു കാറ്റയോണിക് വാക്കൻസിയും ആനയോണിക് വാക്കൻസിയുമാണ്. ഫ്രങ്കൽ ഡിഫക്റ്റ്. ചില കാറ്റയോൺസ് നോർമൽ ലാറ്റിസ് സൈറ്റിൽ നിന്നും ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് പോകുന്നു. ഇത്തരത്തിലുള്ള ഡിഫക്റ്റിനെയാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. കാറ്റയോൺ സൈസ് കുറവുള്ള അയോണിക് കോമ്പൗണ്ട്സ് ആണ് ഇത്തരത്തിലുള്ള ഡിഫക്ട്സ് കാണിക്കുന്നത്. കാറ്റയോൺ നോർമൽ സൈറ്റിൽ നിന്നും ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ കാണുന്നതിനാൽ ഈ ഡിഫക്റ്റ് ഉള്ള ക്രിസ്റ്റലിന്റെ ഡെൻസിറ്റിക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല. എക്സാമ്പിൾ സിൽവർ ഹലൈഡുകളായ AgCl, AgBr, AgI കൂടാതെ ZnS. ഫ്രങ്കൽ ഡിഫക്റ്റ് നമുക്കൊരു ചിത്രത്തിന്റെ സഹായത്തോടെ കാണാം. ചിത്രത്തിൽ നമ്മളിപ്പോൾ കണ്ടത് ഒരു ഐഡിയൽ ക്രിസ്റ്റലായിരുന്നു. ഒരു കാറ്റയോൺ അതിന്റെ നോർമൽ സൈറ്റിൽ നിന്നും ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലോട്ട് പോകുന്നു. അപ്പോൾ ഇത് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന ക്രിസ്റ്റലായി മാറുന്നു. ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോണും കാറ്റയോൺ വാക്കൻസിയും ചിത്രത്തിൽ നമുക്ക് കാണാം. ഷോർട്ട് കീ ഡിഫക്റ്റിന്റെയും ഫ്രങ്കൽ ഡിഫക്റ്റിന്റെയും കുറച്ച് പോയിന്റ്സ് നമുക്ക് നോട്ട് ചെയ്യാനുണ്ട്. ഒന്നാമതായി AgBrന് ഫ്രങ്കൽ ഡിഫക്റ്റും ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കാൻ സാധിക്കും. ആൽക്കലി മെറ്റൽ ഹലൈഡ്സിന് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കാൻ സാധിക്കും, പക്ഷെ ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കാൻ സാധിക്കില്ല. കാരണം ആൽക്കലി മെറ്റൽ ഹലൈഡ്സിന്റെ കാറ്റയോൺ, അതായത് ആൽക്കലി പാർട്ട് സൈസ് കൂടുതലാണ്.
സൈസ് കൂടുതലായ കാരണം ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലോട്ട് പോകുവാൻ സാധിക്കില്ല. സിൽവർ ഹലൈഡുകൾക്ക് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുവാൻ സാധിക്കും. കാരണം AG+ അയോണിന്റെ സൈസ് കുറവാണ്. ഷോർട്ട് കീ ഡിഫക്റ്റിന്റെയും ഫ്രങ്കൽ ഡിഫക്റ്റിന്റെയും ഡിഫറൻസുകൾ ഒരു ടേബിളിന്റെ സഹായത്തോടെ ഒരുമിച്ച് കാണാം. ഷോർട്ട് കീയും ഫ്രങ്കലും നിങ്ങൾക്ക് മാറിപ്പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഷോർട്ട് കീ, ദ കീ ഈസ് മിസ്സിംഗ്. ഇങ്ങനെ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ മിസ്സിംഗ് നടക്കുന്നത് ഷോർട്ട് കീയിലാണ് നിങ്ങൾക്ക് ഓർക്കാം. ഇനി നമുക്ക് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സിനെ പറ്റി പഠിക്കാം. ഒരു കോമ്പൗണ്ടിന്റെ സ്റ്റോഷിയോമെട്രിക് റേഷ്യോന് ചേഞ്ച് വരുന്ന തരത്തിലുള്ള ഡിഫക്ട്സിനെയാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലാവാം. ഒന്നെങ്കിൽ മെറ്റൽ എക്സസ് കാരണമാകാം, അല്ലെങ്കിൽ മെറ്റൽ ഡെഫിഷ്യന്റ് ആയ കാരണമാകാം. മെറ്റൽ എക്സസ് ഡിഫക്ട് എന്താന്ന് നോക്കാം. ഇവിടെ നമ്മൾ മെറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറ്റയോണാണ്. മെറ്റൽ ആയിരിക്കും കാറ്റയോണിക് പാർട്ടായിട്ട് വരുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തത് മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനുവൽ വാക്കൻസി. രണ്ടാമത്തത് മെറ്റൽ എക്സസ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ അല്ലെങ്കിൽ മെറ്റൽ ഇൻ ദ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനുവൽ വാക്കൻസി ഇതെങ്ങനെ ഉണ്ടാകുന്നെന്ന് നോക്കാം. ചില ആനിയോൺസ് നോർമൽ സൈറ്റിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അപ്പോൾ അവിടെ ഹോൾസ് ഉണ്ടാകുന്നു. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായി ഈ ഹോൾസിൽ ഇലക്ട്രോൺസ് വന്നു ചേരുന്നു. ഈ ആനുവൽ വാക്കൻസിയിൽ കാണുന്ന ഇലക്ട്രോൺസിന് നമ്മൾ പറയുന്ന പേരാണ് എഫ് സെന്റേഴ്സ്. ഈ ആനുവൽ വാക്കൻസിയിൽ കാണുന്ന ഇലക്ട്രോണുകൾ, അതായത് എഫ് സെന്ററുകൾ, ഡിഫക്റ്റീവ് ക്രിസ്റ്റൽസിന് പ്രത്യേക കളറുകൾ കൊടുക്കുന്നു. അതിന് കാരണം ഈ ഇലക്ട്രോണുകൾ വിസിബിൾ ലൈറ്റിൽ നിന്നും എനർജി അബ്സോർബ് ചെയ്ത് ഹയർ ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു. ഹയർ ലെവലിൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത കാരണം അധികമുള്ള എനർജി എമിറ്റ് ചെയ്ത് ലോവർ ലെവലിലോട്ട് തിരിച്ചു വരുന്നു. എനർജി എമിറ്റ് ചെയ്യുന്നത് വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്തിലുള്ള റേഡിയേഷനുകളായിട്ടാണ്. അതുകൊണ്ടാണ് ഡിഫക്റ്റീവ് ക്രിസ്റ്റൽസിന് കളറുകൾ കാണുന്നത്. എഫ് സെന്റർ ഫോർമേഷൻ ഒരു ആനിമേഷന്റെ സഹായത്തോടെ നമുക്ക് കാണാം. ഇപ്പോൾ കാണുന്നത് സോഡിയം ക്ലോറൈഡിന്റെ ഒരു ഐഡിയൽ ക്രിസ്റ്റലാണ്. സോഡിയം ക്ലോറൈഡിന് സോഡിയം വേപ്പറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ സർഫസിൽ സോഡിയം ആറ്റംസ് വന്നു ചേരുന്നു. ഈ സോഡിയം ആറ്റവുമായി റിയാക്ട് ചെയ്യാൻ ക്ലോറൈഡ് അയോൺ സർഫസിലോട്ട് പോകുന്നു. സോഡിയം ആറ്റം ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് Na+ അയോണായി മാറുന്നു. ആ ഇലക്ട്രോൺ ക്ലോറൈഡ് അയോൺ പോയ ഹോളിൽ വന്ന് ഒക്കുപ്പൈ ചെയ്യുന്നു. ആനുവൽ വാക്കൻസിയിൽ കാണുന്ന ഈ ഇലക്ട്രോണിന് പറയുന്ന പേരാണ് എഫ് സെന്റർ. സോഡിയം വേപ്പറിന്റെ പ്രസൻസിൽ സോഡിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കളറാണ് യെല്ലോ. പൊട്ടാസ്യം വേപ്പറിന്റെ പ്രസൻസിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറാണ് വയലറ്റ്. ലിഥിയം ക്ലോറൈഡ് ലിഥിയത്തിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറാണ് പിങ്ക്. നമ്മളിപ്പോൾ ആനിമേഷന്റെ സഹായത്തോടെ എഫ് സെന്റർ എന്താണെന്ന് പറഞ്ഞു. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. രണ്ടാമത്തെ ടൈപ്പ് മെറ്റൽ എക്സസ് ഡിഫക്ട്. ഇറ്റ് ഈസ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ. ഈ ഡിഫക്ട് ഉണ്ടാകുന്നത് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റില് എക്സ്ട്രാ കാറ്റയോൺ വരുമ്പോഴാണ്. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേറൊരു ഇൻഡസ്ട്രീഷ്യൽ സൈറ്റില് ഒരു ഇലക്ട്രോൺ ഒക്കുപ്പൈ ചെയ്യും. ഇതൊരു ആനിമേഷന്റെ സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാം. മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സിങ്ക് ഓക്സൈഡിന്റെ എക്സാമ്പിൾ യൂസ് ചെയ്യാം. റൂം ടെമ്പറേച്ചറിൽ സിങ്ക് ഓക്സൈഡിന്റെ കളർ വൈറ്റ് ആണ്. ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് യെല്ലോ ആയിട്ട് മാറുന്നു. ഇതിന് കാരണം ഹീറ്റ് ചെയ്യുമ്പോൾ O2- അയോൺ 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ട് ഓക്സിജനായി മാറുന്നു. അപ്പോൾ ഉണ്ടാകുന്ന എക്സസ് ആയി കാണുന്ന Zn2+ അയോൺ അടുത്തുള്ള ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ട് പോകുന്നു. ഇപ്പോൾ മെറ്റൽസിന്റെ എണ്ണം കൂടുതലായി കാണുന്നു. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഓക്സിജനിൽ നിന്ന് നഷ്ടപ്പെട്ട ഇലക്ട്രോണുകൾ തൊട്ടടുത്തുള്ള ഇൻഡസ്ട്രീഷ്യൽ സൈറ്റുകളിലേക്കും പോകുന്നു. ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ കാണുന്ന ഇലക്ട്രോണുകളാണ് യെല്ലോ കളറിനുള്ള കാരണം. നമ്മളിപ്പോൾ 2 തരത്തിലുള്ള മെറ്റൽ എക്സസ് ഡിഫക്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട് കാണാം. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട് കാണിക്കുന്നത്
വേരിയബിൾ വാലൻസി അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള മെറ്റൽ കോമ്പൗണ്ടുകളാണ്. ഈ ഡിഫക്റ്റ് ഉണ്ടാകുന്നത് ചില കാറ്റോണുകൾ നഷ്ടപ്പെടുമ്പോഴാണ്. കാറ്റോൺസ് നഷ്ടപ്പെടുമ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായി തൊട്ടടുത്തുള്ള വേറെ കാറ്റോണുകൾ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ വാലൻസിയിലോട്ട് മാറുന്നു. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഒരു ചിത്രത്തിന്റെ സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാം. FeOന്റെ എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. നാം ഇപ്പോൾ കാണുന്നത് FeOന്റെ ഒരു ഐഡിയൽ ക്രിസ്റ്റലാണ്. ഇതിൽ നിന്നും ഒരു Fe2+ അയോൺ പോകുന്നു. അപ്പോൾ 2 പോസിറ്റീവ് ചാർജ് കുറയുന്നു. ഇവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അടുത്തുള്ള 2 Fe2+ അയോൺസ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയ Fe3+ അയോണുകളായി മാറുന്നു. മൂന്നാമത്തെ പോയിന്റ് ഡിഫക്റ്റ് ആയ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് സംഭവിക്കുന്നത് ക്രിസ്റ്റൽ ലാറ്റിസിൽ ചില ഫോറിൻ സബ്സ്റ്റൻസുകൾ വരുമ്പോഴാണ്. ഉദാഹരണമായി സോഡിയം ക്ലോറൈഡ് സ്ട്രോൺഷ്യം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ആനിമേഷന്റെ സഹായത്തോടെ മനസ്സിലാക്കാം. നമ്മളിപ്പോൾ NaClന്റെ ഒരു ഐഡിയൽ ക്രിസ്റ്റലാണ് കാണുന്നത്. ഇതിലേക്ക് ഒരു SR2+ അയോൺ വരുമ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അടുത്തുള്ള ഒരു Na+ അയോൺ കൂടി നഷ്ടപ്പെടുന്നു. ഒരു Na+ന്റെ സ്ഥാനത്ത് SR2+ അയോൺ വരുന്നു. അടുത്ത Na+ അയോണിന്റെ സ്ഥാനം വേക്കന്റ് ആയി ഹോൾ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടതെന്ന് നോക്കാം. ഡിഫക്ട്സ് എന്താണെന്ന് കണ്ടു. ലൈൻ ഡിഫക്റ്റും പോയിന്റ് ഡിഫക്റ്റും ഉണ്ടെന്ന് കണ്ടു. പോയിന്റ് ഡിഫക്റ്റിന്റെ 3 ക്ലാസിഫിക്കേഷൻ, അതായത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്, ഇവ വിശദമായി കണ്ടു. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും എന്താണെന്ന് കണ്ടു. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റിനെ പറ്റിയും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിനെ പറ്റിയും നമ്മൾ പഠിച്ചു. ഓരോ ഡിഫക്റ്റും മനസ്സിലാക്കാനായി ഞാൻ കാണിച്ച ആനിമേഷനുകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ടോപ്പിക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് എല്ലാവരും നന്നായി മനസ്സിലാക്കി തന്നെ പഠിക്കണം.